ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചാള വറുത്തത്, ചിലത്തൊക്കെ മത്തി എന്നാണ് പറയണത്, ഞങ്ങളുടെയൊക്കെ ചാള എന്നാണ് പറയുന്നത് കേട്ടോ. അത് നന്നായി മുളകൊക്കെ ഇട്ട് നല്ല മൊരിയിച്ച് വറുത്തെടുത്തതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നമുക്കത് നോക്കാം. ഇവിടെ ഒരു 1/2 കിലോ കൊച്ചു ചാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെയൊക്കെ വെട്ടി തേച്ച് കഴുകി നെടുവേ ഒരു വരയിൽ മാത്രമേ ഞാൻ വരഞ്ഞിട്ടുള്ളൂ. അതുപോലെ വരഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ ഉപ്പ്. പിന്നെ നമുക്കൊരു 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഒരു 1/4 സ്പൂൺ മീറ്റ് മസാല. ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സ്പൂൺ വിനാഗിരിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആ വരഞ്ഞിരിക്കുന്നതിനുള്ളിലേക്കൊക്കെ മുളകൊക്കെ ശരിക്കും കയറി പിടിക്കുന്ന രീതിയിൽ വേണോട്ട് മിക്സ് ചെയ്യാനായിട്ട്. ഇത് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. മീൻ വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇപ്പം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചാള നിരത്തി കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി. അടിവശം ശരിക്കും മുരിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ മസാലകളൊക്കെ ആ വെളിച്ചെണ്ണയിലേക്ക് ആയി പോകും. നമുക്ക് പാൻ പതുക്കെ ഒന്ന് ചെരിച്ചൊക്കെ കൊടുത്ത് ഫ്ലെയിം ശരിക്കുള്ള സ്ഥലത്തേക്ക് തിരിച്ചൊക്കെ വെച്ച് നമുക്ക് നല്ലതുപോലെ മൊരിച്ചെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ മറുവശം കൂടി നല്ലതുപോലെ മൊരിയുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓയിൽ പോരെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തേക്കണേ. കൊച്ചുചാള ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നെടുവേ ഒരു വരയിൽ മാത്രം വരഞ്ഞു വെച്ചിരിക്കണേ. അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ വരഞ്ഞു കൊടുക്കണം. എന്നാലേ ഇതിനുള്ളിലേക്കൊക്കെ ശരിക്കും ഉപ്പും പുളിയും മുളകൊക്കെ കയറുള്ളൂ. ഇപ്പം നമ്മുടെ ചാള നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വേപ്പിലയും കൂടിയിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇടുന്നത് പോലത്തെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. നാളെ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വരാം. താങ്ക് യു.